ബി.ജെ.പിയെ ഭയന്ന് ഒരൊറ്റ ഇന്ത്യൻ മാധ്യമം പോലും നിങ്ങളോട് പറയാത്ത ഒരു ഞെട്ടിക്കുന്ന വാർത്ത പറയട്ടെ. ഒന്നും രണ്ടുമല്ല, നമ്മുടെ ഇന്ത്യയിൽ 2023 എന്ന ഒറ്റ വർഷം മാത്രം കണ്ടെത്താനാവാത്തവണ്ണം കാണാതായത് 48,820 കുട്ടികളാണ്. കാണാതായ കുട്ടികളുടെ എണ്ണമല്ല ഇത്. കാണാതായ ശേഷം ഒരു അന്വേഷണ ഏജൻസിക്കും കണ്ടെത്താൻ കഴിയാത്ത കുട്ടികളുടെ എണ്ണമാണ് 48,820. ഇത് വെറുതെ പറയുന്ന കണക്കല്ല. രേണുക ചൗധരി എന്ന രാജ്യസഭാംഗത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയിൽ പറയുന്ന കണക്കാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ആ കേന്ദ്ര സർക്കാരിന്റെ പാർലമെന്റ് മറുപടിയാണ്. അതിൽ രാജ്യത്തെ മൊത്തം എത്ര കുട്ടികൾ ഇനിയും കണ്ടെത്താൻ ബാക്കിയുണ്ട് എന്ന് കൃത്യമായൊരു മറുപടി കേന്ദ്രം നൽകുന്നില്ല. പകരം ബുദ്ധിപൂർവം കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനത്തിന്റെയും കണക്ക് മാത്രമാണ് നൽകുന്നത്. എന്നാൽ അങ്ങനെ ഓരോ സംസ്ഥാനത്തിന്റെയും കണക്ക് നമ്മളൊന്ന് സമയമെടുത്ത് കൂട്ടി നോക്കിയാൽ 48,820 എന്ന ഞെട്ടിക്കുന്ന സംഖ്യ നമുക്ക് ലഭിക്കും. ഒരുപക്ഷെ പെട്ടെന്ന് ആർക്കും ഈ കണക്ക് കിട്ടരുതെന്ന നിർബന്ധം ബി.ജെ.പി. സർക്കാരിനുണ്ടാകണം. രാജ്യ തലസ്ഥാനമായ ബി.ജെ.പിയുടെ കേന്ദ്ര സർക്കാർ പോലീസിനെ നിയന്ത്രിക്കുന്ന ഡൽഹിയിൽ 2023 മാത്രം കണ്ടെത്താനാകാത്തവണ്ണം കാണാതായത് 5,352 കുട്ടികളാണ്. ബി.ജെ.പി. തുടർച്ചയായി ഭരിക്കുന്ന ബീഹാറിലെ ആ സംഖ്യ 5,738 ആണ്. ഒരു കാര്യത്തിൽ നമ്മൾ മലയാളികൾക്ക് ആശ്വസിക്കാം, ഏറ്റവും കുറവ് കുട്ടികൾ കാണാതായ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം. മറക്കരുത്, 2023 എന്ന ഒറ്റ വർഷത്തെ കണക്കാണ് 48,820. 2022-21 വർഷങ്ങളിലെ കണക്ക് കൂടി ചേർത്താൽ 1.25 ലക്ഷത്തേക്കാൾ കുട്ടികളാണ് എവിടെയെന്ന് പോലും കണ്ടെത്താനാകാത്തവണ്ണം നമ്മുടെ രാജ്യത്ത് നിന്ന് അപ്രത്യക്ഷമായി. 49,000-ഓളം കുട്ടികൾ കണ്ടെത്താൻ പോലും കഴിയാത്ത വിധം കാണാതായ നമ്മുടെ ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് നമ്മളെ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ രാജ്യസുരക്ഷയെക്കുറിച്ച് വാചകമടി നടത്തുന്നത് എന്നതാണ് വിരോധാഭാസം. എന്തായാലും ബി.ജെ.പിയെ ഭയന്ന് മുട്ടിലിഴഞ്ഞു മാത്രം ശീലമുള്ള മാധ്യമങ്ങൾ ഈ വാർത്തയും ഒളിപ്പിച്ചു കഴിഞ്ഞു. അപ്പോഴും ആ ചോദ്യം അവശേഷിക്കുന്നു, നമ്മുടെ കുട്ടികൾ പോലും ഈ രാജ്യത്ത് സുരക്ഷിതരല്ലേ?